നമസ്കാരം. ഞാൻ ഈ കാണിച്ചേക്കുന്ന ഈ ഒരു വീഡിയോ, ഈ ദൃശ്യങ്ങൾ നിങ്ങൾ എല്ലാവരും ഇപ്പൊ സമൂഹ മാധ്യമങ്ങളിലൂടെ കണ്ടതായിരിക്കും. MLA വി മുരളീധരനെതിരെ ഇപ്പൊ ലേറ്റസ്റ്റ് ആയിട്ട് വന്നുകൊണ്ടിരിക്കുന്ന ഒരു ക്രിറ്റിസിസമാണ്. അദ്ദേഹം ഒരു പ്രവേശനോത്സവം ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ട്രൈബൽ സ്കൂളിലേക്ക് പോവാണ്. തിരുവനന്തപുരത്തുള്ള ഡോക്ടർ അംബേദ്കർ മെമ്മോറിയൽ മോഡൽ റെസിഡൻഷ്യൽ സ്കൂളിലേക്ക് അദ്ദേഹം ഉദ്ഘാടനത്തിന് വേണ്ടിയിട്ട് പോകുന്ന സമയത്ത് അദ്ദേഹം ഒരു പാക്കറ്റ് മുട്ടായി വാങ്ങിച്ചുകൊണ്ടാണ് അത്രേ പോയത്. അവിടെ ചെന്നപ്പോൾ അദ്ദേഹം കുട്ടികൾക്ക് കയ്യിൽ മുട്ടായി വിതരണം ചെയ്യാതെ എന്ത് ചെയ്തു, പൊട്ടിച്ച് ഡെസ്കിലേക്ക് അങ്ങ് വിതറിയിട്ട് കൊടുത്തു. നമ്മൾ സാധാരണ ഇങ്ങനത്തെ ഒരു പ്രവൃത്തി നമുക്ക് ആർക്കും യോജിക്കാൻ വേണ്ടിയിട്ട് പറ്റത്തില്ല. അപ്പൊ ഇദ്ദേഹത്തിനെതിരെ ഇപ്പോൾ ഒരുപാട് ക്രിറ്റിസിസം വരുന്നുണ്ട്, കുറെ വാർത്തകളും ഇപ്പോൾ വരുന്നുണ്ട്. അപ്പൊ എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ ഞാൻ പറയാം ഈ ഒരു സംഭവമായിട്ട് ബന്ധപ്പെട്ട്. അത് കാണുമ്പോൾ നമുക്ക് ആർക്കും ആ ഒരു പ്രവൃത്തിയോട് യോജിക്കാൻ വേണ്ടിയിട്ട് പറ്റത്തില്ല. കാരണം കുട്ടികൾ എല്ലാവരും MLAയുടെ കയ്യിൽ നിന്ന് മുട്ടായി വാങ്ങിക്കാം എന്നുള്ള രീതിയിൽ കൈ നീട്ടുന്നുണ്ട്. അപ്പൊ കയ്യിൽ കൊടുക്കാൻ സമയമില്ലായിരുന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാതിരിക്കാം. അപ്പൊ ഈ ഒരു പ്രവൃത്തിയെ അദ്ദേഹത്തിന്റെ ന്യായീകരണം ഇങ്ങനെയാണ്: അദ്ദേഹമാണ് ആ മുട്ടായി പാക്കറ്റ് വാങ്ങിച്ചുകൊണ്ട് പോയത്. അവിടെ ചെന്നപ്പോഴേക്കും ഉദ്ഘാടനത്തിന് സമയമായിരുന്നു. അപ്പോൾ വാങ്ങിച്ചുകൊണ്ട് പോയ മുട്ടായി കുട്ടികൾക്ക് കൊടുക്കണമല്ലോ എന്നുള്ള ആ ഒരു വിചാരം വെച്ചിട്ട് അദ്ദേഹം പെട്ടെന്ന് പൊട്ടിച്ച് വിതരണം ചെയ്തതാണ്, വിതറിയിട്ടതാണെന്നാണ് പുള്ളിയുടെ അഭിപ്രായം. ഓക്കെ, അങ്ങനെ സമയം ഉണ്ടായിരുന്നില്ല എന്നുണ്ടെങ്കിൽ ആ ഫസ്റ്റ് ബെഞ്ചിലിരിക്കുന്ന 1-2 കുട്ടികൾക്ക് കയ്യിൽ കൊടുത്തിട്ട് ബാക്കി ടീച്ചറുടെ കൊടുക്കായിരുന്നു. ബാക്കി എല്ലാവർക്കും കൊടുക്കുക ടീച്ചറെ എന്ന് പറഞ്ഞ് ടീച്ചറുടെ ആ മുട്ടായി കൊടുത്തു കഴിഞ്ഞായിരുന്നെങ്കിൽ ഇത്രയും വിവാദമാവത്തില്ലായിരുന്നു. കാരണം ആര് കണ്ടാലും ഇതൊരു മാതൃകാപരമായ പ്രവൃത്തിയായിട്ട് തോന്നത്തില്ല. ചെറിയ മക്കളാണ്, അവരുടെ മനസ്സിലും അതൊരു ചിലപ്പോൾ ഒരു വിഷമം ഉണ്ടാക്കും. അപ്പൊ അത്തരം പ്രവൃത്തി ഒരു MLA എന്നുള്ള രീതിയിൽ അദ്ദേഹം ചെയ്തത് ശരിയായില്ല എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം. പക്ഷേ ഇതിനോട് കണക്റ്റഡ് ആയിട്ട് പറഞ്ഞിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ അതിനോട് എനിക്ക് യോജിക്കാൻ വേണ്ടി പറ്റുന്നില്ല. അതായത് CPM നേതാക്കന്മാരും MLA-മാരും ഒക്കെ ഇടത് നേതാക്കന്മാര് ഇതിനെ വേറൊരു തലത്തിലേക്ക് മാറ്റുന്നുണ്ട്, വേറൊരു ഡയറക്ഷനിലേക്ക് ഇതിനെ കൊണ്ടുപോകുന്നുണ്ട്. ആ ഡയറക്ഷൻ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ട്രൈബൽ സ്കൂളാണല്ലോ. അപ്പോൾ ജാതീയപരമായ ഐത്തമുള്ളത് കൊണ്ടും ആ ചിന്തയുള്ളത് കൊണ്ടുമാണത്രേ വി മുരളീധരൻ എന്ന് പറയുന്ന വ്യക്തി അങ്ങനെ കയ്യിൽ കൊടുക്കാതെ എറിഞ്ഞു കൊടുത്തത്. അത് എനിക്കങ്ങനെ നല്ല ഒരു രീതിയിൽ തോന്നിയില്ല. കാരണം ഈ ഇടതുപക്ഷത്തിന്റെ ഒരു പൊതു സ്വഭാവമാണ് ജാതീയപരമായ വേർതിരിവ് എന്ന് പറയുന്ന ഒരു സംഭവം ഇങ്ങനെ ഉയർത്തിക്കൊണ്ടുവന്നിട്ട് ആ രീതിയിൽ വോട്ട് പിടിക്കുന്നത് ഇവരുടെ ഒരു സ്ഥിരം പരിപാടിയാണ്. ഇപ്പോഴും അത് ഇങ്ങനെ നിലനിന്ന് പോകുന്നുണ്ട്, തുടർന്ന് പോവുകയാണ് എന്ന രീതിയിൽ ആക്കി തീർത്തെങ്കിൽ മാത്രമേ അവർക്ക് നിലനിൽപ്പുള്ളൂ. കാരണം ആ ഒരു കാര്യം പറഞ്ഞിട്ടാണ് അവർ കൂടുതലും നിലനിൽക്കുന്നത്. നിങ്ങൾ തന്നെ ഒന്ന് മനസ്സിലാക്കുക, ഒരു MLA ആണ്, ഇത്രയും വർഷം രാഷ്ട്രീയത്തിൽ എക്സ്പീരിയൻസ് ഉള്ള ഒരു വ്യക്തിയാണ് വി മുരളീധരൻ. പുള്ളിയുടെ മനസ്സിൽ അങ്ങനെ ഒരു ഐത്തചിന്ത ഉണ്ടെങ്കിൽ തന്നെ ഇത്രയും മാധ്യമങ്ങളുടെ മുമ്പിൽ പുള്ളി കാണിക്കുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ഇനി അങ്ങനെ ഒരു ഐത്തചിന്ത ഉണ്ടെന്നുണ്ടെങ്കിൽ പുള്ളിക്ക് ട്രൈബൽ സ്കൂളിൽ പോകേണ്ട കാര്യം ഉണ്ടായിരുന്നില്ല, വേറെ ഏതെങ്കിലും സ്കൂളിൽ പോയാൽ പോരായിരുന്നു. കാരണം അത് ട്രൈബൽ കുട്ടികൾ അല്ലെങ്കിൽ SC/ST വിഭാഗത്തിൽപ്പെട്ടുള്ള കുട്ടികൾ പഠിക്കുന്ന സ്കൂളാണെന്നുള്ളത് അവരെ താമസിപ്പിച്ച് പഠിപ്പിക്കുന്ന സ്കൂളാണ്. അവർക്ക് മോഡൽ എഡ്യൂക്കേഷൻ കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള സർക്കാരിന്റെ സംവിധാനമാണ്. അപ്പോൾ അങ്ങനെ ഒരു സ്കൂളാണ് എന്ന് അറിഞ്ഞു വെച്ചുകൊണ്ട് തന്നെയല്ലേ അദ്ദേഹം പോയത്. അപ്പൊ അദ്ദേഹത്തിന്റെ ഉള്ളില് അല്ലെങ്കിൽ അയാളുടെ ഉള്ളില് ഐത്തചിന്തയും ജാതീയപരമായ വേർതിരിവും മാടമ്പിത്തരവും ഒക്കെ ഉണ്ടായിരുന്നുണ്ടെങ്കിൽ പുള്ളി ഒരിക്കലും അങ്ങോട്ടേക്ക് പോകത്തില്ലായിരുന്നു. പുള്ളിക്ക് എന്തെങ്കിലും പറഞ്ഞൊഴിയാമായിരുന്നു. കാരണം MLA ആണ്, വേറെ ഏതെങ്കിലും സ്കൂളിൽ പോകണം, വേറെ ഏതെങ്കിലും സ്ഥലത്ത് പോകണം എന്ന് പറഞ്ഞൊഴിഞ്ഞാൽ മതിയായിരുന്നല്ലോ. അപ്പോൾ ഇവിടേക്ക് ഈ അനാവശ്യമായിട്ട് ജാതി, മതം, ഐത്തം ഇത്തരം കാര്യങ്ങളൊക്കെ വലിച്ചിടുന്നത് യോജിക്കാൻ പറ്റത്തില്ല. അത് ശരിയല്ല. കാരണം ആവശ്യമില്ലാതെ ആ കുട്ടികളുടെ ഉള്ളിലും കൂടി നിങ്ങൾ ഒരു അനാവശ്യ ചിന്താഗതിയാണ് വലിച്ചിടുന്നത്. അദ്ദേഹത്തിന്റെ പ്രവൃത്തിയെ ഞാൻ ഒരിക്കലും ന്യായീകരിക്കുന്നില്ല. അത് തെറ്റ് തന്നെയാണ്, പൂർണ്ണമായിട്ടും തെറ്റാണ്, മാതൃകാപരമായ പ്രവൃത്തിയല്ല, അത് ചെയ്തത് ശരിയായില്ല എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം. പക്ഷേ അവിടെ ഐത്തം, തൊട്ടുകൂടായ്മ, തീണ്ടിക്കൂടായ്മ, ജാതീയമായ വേർതിരിവ് എന്ന രീതിയിലുള്ള വലിയ വലിയ ടേമുകളൊക്കെ വലിച്ചിട്ട് പിന്നെയും ഈ അനാവശ്യമായിട്ട് ഇത്തരം കാര്യങ്ങൾ നമ്മുടെ സമൂഹത്തിലേക്ക് കുത്തിപ്പൊക്കി കൊണ്ടുവരാതിരിക്കുക. ഈ രാഷ്ട്രീയക്കാർ തന്നെയാണ് ഇത്തരം സംഭവങ്ങൾ പിന്നെയും കുത്തിപ്പൊക്കിക്കൊണ്ടുവരുന്നത്. കാരണം എങ്കിൽ മാത്രമേ അവർക്ക് നിലനിൽപ്പുള്ളൂ. അപ്പൊ കാരണം നമ്മൾ തന്നെ ഒന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ജാതി, മതം ഇത്തരം വേർതിരിവുകളും ഒക്കെ നമ്മുടെ സമൂഹത്തിൽ നിന്ന് പോകണമെന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ഇത്തരം കാര്യങ്ങൾ ആവശ്യമില്ലാതെ വലിച്ചു പൊക്കിക്കൊണ്ട് വരാതിരിക്കുക എന്നുള്ളത് തന്നെയാണ്. ഒരു വ്യക്തി ഒരു പ്രവൃത്തി ചെയ്യുമ്പോൾ അതിലേക്ക് ഐത്തം അല്ലെങ്കിൽ ജാതീയമായ വേർതിരിവ് ഇതൊക്കെ എന്തിനാണ് വലിച്ചഴിച്ചുകൊണ്ട് വരുന്നത്? ഇപ്പോഴതൊന്നും ഓക്കെ, ചില ആൾക്കാരുടെ ഉള്ളിലും മൈൻഡ് സെറ്റിലും ഒക്കെ അതുണ്ട്. പക്ഷെ ഇതുപോലെ പബ്ലിക്കിന്റെ മുമ്പിൽ, മാധ്യമങ്ങളുടെ മുമ്പിൽ വന്ന് ഐത്തം കാണിക്കാൻ രീതിയിലുള്ള മണ്ടനാണ് വി മുരളീധരനെ പോലെയുള്ള ഒരു രാഷ്ട്രീയക്കാരനെന്ന് തോന്നുന്നുണ്ടോ? ഒരു രാഷ്ട്രീയക്കാരനും അങ്ങനെ കാണിക്കത്തില്ല. കാരണം രാഷ്ട്രീയക്കാരെപ്പോഴും അവരുടെ ഒരു പെർഫെക്റ്റ് ഇമേജ് ഷോ ചെയ്യാനേ അവര് നിൽക്കത്തുള്ളൂ.
അപ്പം ഇവിടേക്ക് അനാവശ്യമായിട്ട് ഈ അയിത്ത ചിന്താഗതി, ജാതീയ ചിന്താഗതി ഒന്നും ഈ ഇടത് നേതാക്കന്മാർ കൊണ്ടുവരാതിരിക്കുക. അത് അവരുടെ ഒരു താല്പര്യം, വ്യക്തി താല്പര്യത്തിന് വേണ്ടിയിട്ട് മനഃപൂർവ്വം ചെയ്യുന്നതാണ്. അത് ആ കുട്ടികളുടെ ഉള്ളിലും കൂടി വേറൊരു രീതിയിലുള്ള ചിന്താഗതി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കാരണമാകും.